ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ക്രീമി ഗാർലിക് ചിക്കൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നല്ല വെറൈറ്റി ആയിട്ടുള്ള ചിക്കൻ റെസിപ്പിയാണ്. മസാലപ്പൊടികൾ അങ്ങനെയൊന്നും ചേർക്കാത്ത നല്ല സിമ്പിളായിട്ടുള്ള ഒരു ഹെൽത്തി ചിക്കൻ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക്സ് എഴുതിയിരിക്കാനും മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കന്നഡ സബ്സ്ക്രൈബ് ചെയ്ത് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൊണ്ട് ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ കാണാം. ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ ശരി, നമുക്ക് ഇന്നത്തെ റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ഞാൻ ഈ ഒരു ചിക്കൻ റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1/2 കിലോ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ 3 കഷ്ണങ്ങളായിട്ടാണുള്ളത്. വലിയ പീസൊക്കെ ആയിട്ട് തന്നെ എടുത്തിട്ടുള്ളത്. അത് ഇനി കട്ട് ചെയ്യുന്നില്ല, അത് ഇതുപോലെ തന്നെ വരിഞ്ഞെടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് കഴുകിയെടുത്ത് വെള്ളമൊക്കെ നന്നായിട്ട് ഡ്രെയിൻ ചെയ്തിട്ട് ഇതുപോലെ വരിഞ്ഞെടുക്കുക. മൊത്തത്തിൽ കട്ടാക്കണ്ട കേട്ടോ, ചിക്കൻ കട്ടാക്കി എടുക്കേണ്ട. ഇങ്ങനെ തന്നെ ആകുമ്പോഴാണ് നല്ല ഭംഗി കാണാൻ. നമുക്ക് എന്തെങ്കിലും പാർട്ടിയൊക്കെ ഉണ്ടാകുമ്പോൾ ഇതുപോലെ സെർവ് ചെയ്യുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. ഡിന്നറിനൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല രസമാണ് കാണാൻ. അപ്പോൾ അതുകൊണ്ടാണ് ഇതുപോലെ ഇങ്ങനെ വരിഞ്ഞിട്ട് ഇങ്ങനെ വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കും, അത് നമ്മളുടെ ഓരോരുത്തരുടെ സൗകര്യത്തിനനുസരിച്ച്. അതുപോലെ എല്ലുള്ള പീസാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ അത് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഈ ചെയ്യുന്ന പോലെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ വരിഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇങ്ങനെ വരിയുന്ന എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ പീസല്ല, അപ്പോൾ അതിൻ്റെ അകത്തൊക്കെ നന്നായിട്ട് ആ ഒരു ഫ്ലേവറൊക്കെ എത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വരിഞ്ഞെടുക്കുന്നത്. മൊത്തത്തിൽ കട്ടാക്കി എടുക്കും ചെയ്യരുത്. അപ്പോൾ ഇതുപോലെ 3 പീസാക്കിയിട്ടാണ് അങ്ങനെ വരിഞ്ഞെടുത്തിട്ടുള്ളത്. അതിലൊട്ടും തന്നെ വെള്ളമില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തണം കേട്ടോ. എന്നിട്ട് ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും 1/2 ടീസ്പൂണിൽ കുറവ് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേറെ മസാലപ്പൊടികളായിട്ടൊന്നും ചേർക്കുന്നില്ല കേട്ടോ. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെ ലൈറ്റ് മാരിനേഷനാണ് കൊടുക്കുന്നത്. അതുപോലെ ഒരുപാട് കുരുമുളക് പൊടി ചേർക്കും വേണ്ട, ജസ്റ്റ് ഒരു ലൈറ്റായിട്ടുള്ളൊരു മാരിനേഷൻ മതി. എന്നിട്ട് ഇതുപോലെ ചിക്കൻ്റെ അകത്തൊക്കെ നന്നായിട്ട് എത്തുന്ന രീതിയിൽ നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കുക. ഇനി നമുക്കൊരു പാന് ചൂടാക്കുക. ഈ പാനിലാണ് നമ്മൾ മൊത്തത്തിലെല്ലാം ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു 4-5 വെളുത്തുള്ളി തൊലിയോട് കൂടിയിട്ട് എടുത്തിട്ടുണ്ട്. ഒന്നിങ്ങനെ ചതച്ചെടുക്കുക, വല്ലാണ്ട് ചതക്കേണ്ട, മൊത്തത്തിലൊന്ന് ചതച്ചെടുക്കുക. തൊലിയോട് കൂടിയിട്ട് നന്നായിട്ട് കഴുകി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കുക. നല്ലൊരു മണമായിരിക്കും ഈ വെളുത്തുള്ളി ഈ ഒലിവ് ഓയിലൊന്ന് ഇട്ട് കൊടുക്കുന്ന സമയത്ത്. അപ്പോൾ പിന്നെ പാന് ചൂടായ ശേഷം ഇതിലോട്ട് ഒരു ടീസ്പൂണോളം ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കുക. ഞാൻ ഒലിവ് ഓയിലാണ് എടുത്തിട്ടുള്ളത്, നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാ വെളിച്ചെണ്ണ ഒക്കെ എടുക്കാം. എന്നിട്ട് അതിലോട്ട് ആദ്യം നമ്മൾ ഈ ചതച്ച വെളുത്തുള്ളി ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഫ്ലെയിം ഒന്ന് മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ നമ്മുടെ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് വരിഞ്ഞത് ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് 2 വശവും ഒന്നൊരു ഗോൾഡൻ കളർ ആകുന്നവരെ കുക്ക് ചെയ്തെടുക്കുക. ഒരുപാട് എണ്ണയിൽ ഫ്രൈ ആക്കി എടുക്കരുത് കേട്ടോ, അപ്പോൾ ഹെൽത്തി റെസിപ്പി ആവില്ല. ജസ്റ്റ് നമ്മൾ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചിക്കന്, ആ ഒരു കളറൊന്ന് മാറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്കൊന്ന് തിരിച്ചിട്ട് കൊടുത്തിരുന്നു, അത് വീഡിയോയിൽ പെടാൻ വിട്ടുപോയി. അപ്പോൾ ഞാൻ വീണ്ടും അത് തിരിച്ചിട്ട് കൊടുത്തിട്ടാണ് അപ്പം ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതാണ് ആ മുകളിൽ കളറ് മാറിയത്. തിരിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് വീഡിയോ ഓണാക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഞാൻ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കളറ് മാറി വരുന്നത് കാണാൻ പറ്റും. ഇനി നമ്മൾ തിരിച്ചിടുന്ന സമയത്ത് നല്ലൊരു ഭംഗിയുള്ളൊരു കളറായിരിക്കും കണ്ടോ. ആ ഒരു ലൈൻസ് നമ്മൾ വരിഞ്ഞു കൊടുത്ത സ്ഥലത്തൊക്കെ നല്ല ഭംഗിയുള്ള കളറിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ വീണ്ടും തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു 15 മിനിറ്റോളം നമ്മൾ ചിക്കൻ നന്നായിട്ട് കുക്കാക്കി എടുക്കണം, തിരിച്ചു മറിച്ചിട്ടിട്ട്. കാരണം ഇത് വലിയ പീസാക്കിയിട്ടാണ് നമ്മൾ ചിക്കൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ കുക്കാവാൻ കുറച്ച് സമയം എടുക്കും. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഒരുപാട് ഫ്രൈ ആക്കി എടുക്കും ചെയ്യരുത്, അപ്പോൾ ഹെൽത്തി റെസിപ്പി ആവില്ല. അപ്പോൾ ഇതാ ഞാൻ ആ ചിക്കൻ എടുത്തിട്ട് മാറ്റിയിട്ടുണ്ട്. അതുപോലെ നമ്മൾ ആ ഒലിവ് ഓയിലും ആ ഗാർലിക്കും കൂടി ഇതിന് ചിക്കൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ആ സെയിം പാനിലോട്ട് തന്നെ ഒരു ടേബിൾ സ്പൂണ് ബട്ടർ ഇട്ട് കൊടുക്കുക. ബട്ടർ ഇല്ല എന്നാണെങ്കിൽ പേടിക്കൊന്നും വേണ്ട, സാധാ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ബട്ടർ മെൽട്ടായ ശേഷം അതിലോട്ട് നമ്മൾ ഗാർലിക് വെളുത്തുള്ളി ഒരു 3-4 എടുത്തിട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് അതിട്ട് കൊടുക്കുക. അപ്പോൾ ഇതിൽ ഒരുപാട് സ്പൈസ് പൗഡേഴ്സോ ഒരുപാട് ഇൻഗ്രീഡിയൻസോ ഒന്നും ചേർക്കാനില്ല. പക്ഷേ സിമ്പിളാണെങ്കിൽ പോലും ഭയങ്കര ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ലൊരു ഡിന്നർ മീൽ ഒക്കെ ആയിട്ട് സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഡിഷാട്ടോ. അപ്പോൾ ഗാർലിക് ചോപ്പ് ചെയ്തത് ചെറുതായിട്ട് ഒന്ന് വഴറ്റിയെടുത്ത ശേഷം നമ്മൾ സവോള ഒരു ചെറിയ സവോള എടുത്തിട്ടുള്ളൂ, ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്ന് കളറ് മാറി വന്നോട്ടെ, വല്ലാണ്ട് നമ്മളത് ബ്രൗൺ കളറൊന്നും ആവാൻ നിൽക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ആ ഒരു ഇതിൻ്റെ കളറിനെ മാറിപ്പോവും. ഒന്നും കൊണ്ട് വഴണ്ട് വന്ന ശേഷം അതിലോട്ട് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഈ സവോളയിലോട്ട് ഒരുപാട് കുരുമുളകൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്രീമൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കളറ് മാറും. നമുക്ക് വൈറ്റ് കളറിലാണ് ഈ ഒരു ഗ്രേവി വേണ്ടത്. ഇനി ഇതിലോട്ട് ഞാൻ ഒഴിക്കാൻ പോകുന്നത് കുക്കിംഗ് ക്രീമാണ് കേട്ടോ.
അപ്പം ഞാൻ മുമ്പ് ഇതേപോലെ ക്രീം ഒഴിക്കുന്ന സമയത്ത് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏത് ബ്രാൻഡാണ്. ഇത് ഇവിടെ കിട്ടുന്ന ഒരു ബ്രാൻഡാണ്. ഇത് 200 ml കുക്കിംഗ് ക്രീം ഞാൻ ഒഴിക്കുന്നുണ്ട്, അത്രയും തിക്കാവാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്രയും ഇതിലോട്ട് 100 ml ഒഴിച്ചിട്ട് അതിൻ്റെ കൂടെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ലൂസാക്കി എടുക്കുകയും ചെയ്യാം. പക്ഷേ ഇതാണ് പെർഫെക്റ്റ് കേട്ടോ, 200 ml വേണം ഇത്രയും ഇതിലോട്ട്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാനിപ്പോൾ ഇതിലോട്ട് ചേർത്തിട്ടുള്ളത് കുക്കിംഗ് ക്രീമാണ്. അപ്പോൾ അതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രഷ് ക്രീം, തിക്ക് ക്രീം അതൊക്കെ എടുക്കാം കേട്ടോ. പിന്നെ പല ടൈപ്പ് ക്രീമുകളുണ്ട്. അപ്പോൾ അത് പലരും പല കൺഫ്യൂഷൻസും പല റെസിപ്പീസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. ഞാൻ ആ ഒരു ക്രീമിൻ്റെ ബോക്സിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് ക്രീമിൻ്റെ പേരിലുള്ള കൺഫ്യൂഷൻസ് തീർക്കാൻ വേണ്ടി ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഇതിലിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കിംഗ് ക്രീം, അല്ലെങ്കിൽ തിക്ക് ക്രീം, അല്ലെങ്കിൽ ഫ്രഷ് ക്രീം, ഇതിൽ മൂന്നിൽ ഏതെങ്കിലും ഒരു ക്രീം യൂസ് ചെയ്യുക, 200 ml കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയിലയ്ക്ക് പകരം നിങ്ങൾക്ക് ശരിക്കും ഇതിലോട്ട് ചേർക്കേണ്ടത് പാസ്ലി ലീവ്സ് ആണ്. അപ്പം ഞാനിപ്പോൾ മല്ലിയിലായിട്ട് ചേർത്തിട്ടുള്ളത്. അപ്പോൾ അത് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലോട്ട് നമ്മുടെ ചിക്കൻ, നമ്മൾ നേരത്തെ ടോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ക്രീം ചേർത്തിട്ട് നമ്മളിപ്പോൾ 2 മിനിറ്റോളമാണ് ഇപ്പം ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് ചിക്കൻ ചേർത്തിട്ട് ബാക്കി നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ചിക്കൻ ഇതുപോലെ അതിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പം അതിൻ്റെ ഫൈനൽ ഫോട്ടോ കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഫോട്ടോ ആട്ടോ. കാരണം ആ ഒരു ടെക്സ്ചറിൽ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പം നമ്മളിപ്പം ചിക്കന് നന്നായിട്ട് ഇതിൽ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ആ ക്രീമിൽ ചിക്കൻ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. കാരണം നമ്മൾ ചിക്കൻ ആദ്യം കുറച്ചൊന്ന് ടോസ്റ്റ് ചെയ്തെടുത്തിട്ടേ ഉള്ളൂ, ഒരുപാട് കുക്ക് ചെയ്തിട്ടില്ല. ഇനി ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. ഒരു 10 മിനിറ്റ് നമ്മൾ ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. ആ ക്രീമിൽ ഈ ചിക്കൻ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. അപ്പോഴാണ് ചിക്കൻ്റെ അകത്തൊക്കെ ക്രീമി ഫ്ലേവറൊക്കെ വരിക. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ചപ്പാത്തിയുടെ കൂടെ അല്ലെങ്കിൽ ബട്ടർ നാനിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷൻ വരുന്ന ഡിഷാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഒറ്റയ്ക്ക് സെർവ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. ഇങ്ങനെ ക്രീമി ചിക്കനായിട്ട് ഒറ്റയ്ക്ക് കഴിക്കാം. വെജിറ്റബിൾസ് കൂടെ വെച്ചിട്ട് അങ്ങനെ ഡിന്നറിനൊക്കെ കഴിക്കാം. അല്ലെങ്കിൽ ചപ്പാത്തി, ബട്ടർ നാൻ അതിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷൻ വരുന്നൊരു ഡിഷാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ തിരിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ക്രീമിൽ ഇപ്പോൾ നന്നായിട്ട് ചിക്കൻ കുക്കായിട്ടുണ്ട് കേട്ടോ. ഒരു 10 മിനിറ്റോളം വീണ്ടും കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം ഒരു 5-8 മിനിറ്റ് നമ്മൾ ചിക്കന് നന്നായിട്ട് ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്രീമി ഗാർലിക് ചിക്കന്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിന്നർ മീൽ അല്ലെങ്കിൽ നല്ലൊരു ചിക്കൻ റെസിപ്പിയാണ്. അപ്പോൾ ചിക്കൻ്റെ മുകളിൽ ഇതുപോലെ ക്രീം ഇങ്ങനെ ഒഴിച്ച്, ക്രീം ഇപ്പോൾ നല്ലോണം തിക്കായിട്ടുണ്ട്. ആ സവോളയും എല്ലാം കൂടി നന്നായിട്ട് തിക്കായിട്ടുള്ളൊരു ഗ്രേവി ആയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു സവോള ഇട്ട സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ മഷ്റൂമൊക്കെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. ക്രീം ഒഴിക്കുന്നതിന് മുമ്പ് അതൊന്ന് വഴറ്റിയെടുത്തിട്ട് ക്രീമൊക്കെ ഒഴിച്ച് കൊടുക്കുക. അങ്ങനെ വേണമെങ്കിൽ സെർവ് ചെയ്യുക. വെജിറ്റബിൾസ് കൂടെ ചേർത്തിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഇതുപോലത്തെ റെസിപ്പീസൊക്കെ ഇഷ്ടമുള്ളവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. ആ ക്രീമിൻ്റെ ഫ്ലേവറൊക്കെ ഉള്ളതുകൊണ്ട് നല്ലൊരു ക്രീമി, എന്താ പറയുക, ഒരു ഗാർലിക്കി ഫ്ലേവറൊക്കെ വരുന്ന നല്ലൊരു ചിക്കൻ ഡിഷാണ്. എനിക്ക് ഇതിനും കൂടുതൽ എനിക്ക് പറയാനറിയില്ല. അപ്പോൾ എന്തായാലും എനിക്ക് ഇവിടെ ഇക്കാക്കും എനിക്കും നമുക്കെല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാട്ടോ. അപ്പോൾ ഇത് മാത്രം മതിയാവും നമുക്ക് ഡിന്നറിനൊക്കെ ഇതൊറ്റയ്ക്ക് കഴിക്കാൻ വേണ്ടി. കൂടെ സൈഡ് ഡിഷൊന്നും ആവശ്യമില്ല. അപ്പോൾ ഇതാ നമ്മുടെ ഇന്നത്തെ റെസിപ്പി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടോ എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് റിലേറ്റീവ്സുമായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ. താങ്ക് യു.